ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. 11 ഇയേഴ്സ് ഓഫ് പ്രേമം, പ്രേമത്തിൻ്റെ 11 വർഷങ്ങൾ. നിങ്ങളൊക്കെ ഓൾറെഡി അതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആയിരിക്കും, കുറേയധികം സ്റ്റോറിയും മറ്റ് സ്റ്റാറ്റസും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ബട്ട് എന്നാലും പ്രേമത്തിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ തോന്നി. കാരണം പ്രേമം മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എവറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സാധാരണ സിനിമ എന്നതിലുപരി പ്രേമത്തിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു മാജിക് ഉണ്ട് പ്രേമം സിനിമേൻ്റെ അകത്ത്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. സത്യമായിട്ട് അതിൻ്റെ മേക്കിങ്ങിൻ്റെ ആണോ, ആൾക്കാരുടെ പെർഫോമൻസിൻ്റെ ആണോ, അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീൻ്റെ ആണോ, അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അതിലൊക്കെ ഉപരി വേറെ എന്തോ ഒരു മാജിക് ഉണ്ട് ആ പടത്തിന്. അതിൽ ഞാൻ കാണുന്നൊരു ഫാക്ടർ, ഒരാളുടെ ലവ് എന്നുള്ളൊരു ഫാക്ടർ വ്യത്യസ്ത സ്റ്റേജുകളിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അത്ര നന്നായി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ, ഹാറ്റ്സ് ഓഫ്. മൂപ്പർക്ക് തന്നെ ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം പ്രേമം ഒരു ലെജൻഡറി പടമാണ്. ഒരു കേരളക്കരേനെ മൊത്തം കറുപ്പ് ഷർട്ട് ഇടിപ്പിച്ച ഒരു ഹിസ്റ്ററി പറയാനുണ്ട് പ്രേമത്തിന്. അത്രയും ട്രെൻഡായ, എനിക്കൊന്ന് പ്രേമത്തിന് ശേഷം അത്രയും വലിയൊരു സെൻസേഷനായ ഒരു പടം വന്നിട്ടില്ല തോന്നുന്നു മലയാള സിനിമയിൽ. അത്രക്കും വലിയ, ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട്, എനിക്ക് രാവിലെ പോയിട്ട് ടിക്കറ്റ് ഇട്ടാണ്ട് ഉച്ചവരെ ക്യൂ നിന്ന് ഉച്ചക്കത്തെ ഷോ കണ്ടിട്ട് മടങ്ങി വന്നത്. അത് അത്രയും ഒരു ക്രൈസായിരുന്നു ആ പടത്തിന് പ്രേമം. അതിലെ പാട്ടുകളായാലും ആ പടത്തിൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണാൻ പറ്റുന്ന എന്തോ ഒരു മാജിക്ക് പ്രേമത്തിനുണ്ട്. പ്രേമത്തിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, എനിക്ക് ജസ്റ്റ് പ്രേമത്തിനെ പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിക്കണം തോന്നി. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വിക്ക് വീഡിയോ ഇങ്ങനെ എടുത്തു. ഓക്കെ, താങ്ക് യു.